ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ചൂല് വെച്ചിട്ട് തന്നെ നമുക്കൊരു മോപ്പിന്റെ ഉപയോഗം എങ്ങനെ ആക്കിയെടുക്കാം എന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അപ്പൊ അതിനായി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. ഒരു സാധാ വിനീഗർ, ഇത് സിന്തറ്റിക് വിനീഗർ ആണ്. അപ്പൊ ഇതൊരല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഒന്നെങ്കിൽ കംഫേർട്ട് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാഷിങ്ങിന്റെ ലിക്വിഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. അപ്പൊ ഞാനത് കുറച്ച് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാനത് അത്രയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതിയിട്ട്, ഒരുപാടൊന്നും വേണ്ട. ഇത്രയും മതിയാവും. അതിൽ തന്നെ ചിലപ്പോൾ നല്ല പദം ഉണ്ടാകും. അപ്പൊ അത് ഏകദേശം ഇത്രയും മതി കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഴയ തലയണയോറ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതില്ലാത്തവര് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു തുണി എടുക്കുക കേട്ടോ. തലയണയോറ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. തുടക്കമേ പറയുന്നുണ്ട്. ഇതുപോലെ ഒരു തുണി എടുത്തതിന് ശേഷം നന്നായി ഇതിലൊന്ന് മുക്കി വെച്ചു കൊടുക്കുക. ഇനി ജസ്റ്റ് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഈ ഒരു ലെവലിൽ മതി നമുക്ക് വെള്ളം. ഇനി ഇത് നമുക്ക് നമ്മുടെ ചൂലിലൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ സോഫന്റെ ഒക്കെ അടികളിലൊക്കെ ഉണ്ടാകുന്ന പൊടിയൊക്കെ നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ അടിഭാഗത്തൊക്കെ നമുക്ക് ചൂല് എത്തിക്കാൻ പ്രയാസമായിരിക്കും. ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് കൊടുക്കുക. അപ്പൊ കണ്ടോ, ചളിയുള്ളതൊക്കെ നമ്മൾ ഇതിൽ പറ്റിക്കോളും. അപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകിച്ചും മോപ്പ് കൊണ്ട് തുടക്കാൻ പറ്റാത്ത ഏരിയകൾ, ഉള്ളിലേക്ക് പോവാത്ത ഏരിയകളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ചളിയൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ ഈ ഇടകളിലൊക്കെ, വാഷിംഗ് മെഷീനിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ നമുക്ക് തലയണയർ ഉണ്ടെങ്കിൽ അതായിരിക്കും. അത് നമ്മുടെ ചൂല് നന്നായി കവർ ചെയ്യും കേട്ടോ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ നമ്മുടെ ആൾമാറയുടെ അടിഭാഗങ്ങളിലൊക്കെ ഉള്ളോട്ടേക്കൊക്കെ മോപ്പ് കൊണ്ടുപോകുന്നത് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണല്ലോ. ആ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുള്ളിലെ ചളിയൊക്കെ നമുക്ക് തീർച്ചയായും പുറത്തേക്ക് ലഭിക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഊരി കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂലൊക്കെ പെട്ടെന്ന് ഉണങ്ങും. അധികം നനവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ ഉള്ള മാറാലൊക്കെ നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.